നമസ്കാരം സുഹൃത്തുക്കളെ, ടറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സ്ആപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിങ്ങൾക്ക് എന്ത് കാരണം കൊണ്ടാണ് ഈ വ്യക്തിയെ ഇഷ്ടപ്പെടാത്തത് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അത് ഈ വ്യക്തി പലപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാരണമായി കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ മറ്റുള്ളവരുമായി കൂട്ടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം എപ്പോഴും ഒരു സ്ഥിരോത്സാഹത്തോടു കൂടി ഈ വ്യക്തി നിൽക്കാറില്ല. ഒരു ആഴ്ച നന്നായി നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അടുത്ത 2 ആഴ്ചത്തേക്ക് ഈ വ്യക്തി അവൈലബിൾ ആയിരിക്കില്ല. ഈ വ്യക്തി പലതരത്തിലുള്ള തിരക്കുകളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിട്ട് കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ എല്ലാ തരത്തിലും നിങ്ങളുമായി മുന്നോട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പലപ്പോഴും ശ്രമിക്കാറില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ ഒരു സ്വഭാവ പ്രകൃതമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത്. നിങ്ങൾ പലപ്പോഴും ഈ വ്യക്തിയോട് പരാതിപ്പെട്ടിട്ടുണ്ട്. എപ്പോഴും ഈ പ്രണയബന്ധത്തിൽ ഒരു ഉത്സാഹം കാണിക്കണമെന്നും എപ്പോഴും ഒരു ഊർജത്തോടു കൂടി മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു. പക്ഷേ ഈ വ്യക്തി അതൊന്നും മനസ്സിലാക്കാതെ മാറി നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വ്യക്തിക്ക് മറ്റു പലവരുമായിട്ടുള്ള സ്നേഹമാണ് കൂടുതലും ഉള്ളത്. കൂട്ടുകാരായിരിക്കാം, കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം. അത്തരത്തിലുള്ള ഒരു സാഹചര്യമായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരു തരത്തിലും നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോകാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ എങ്കിൽ പോലും നിങ്ങളിലേക്ക് മാത്രം ലയിച്ചു ചേരാനും ഈ വ്യക്തി തയ്യാറല്ല. ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങളിൽ തിരക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു പക്ഷേ സോഷ്യൽ വർക്കർ ആയിരിക്കാം, സാമൂഹിക പ്രവർത്തനമൊക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ഒരു വ്യക്തിയായിരിക്കാം, ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരു വ്യക്തിയായിരിക്കാം. എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള ഒരു പുതിയ തുടക്കത്തിനെ കുറിച്ച് തന്നെയാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. എന്നാൽ പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അത് ഈ വ്യക്തിക്ക് നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ട്. ഈ വ്യക്തിയുടെ കൂട്ടുകെട്ടുകൾ, സുഹൃത്തുക്കൾ ഒക്കെ തന്നെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതായിട്ടാണ് കാണപ്പെടുന്നത്. നിങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങൾ പലപ്പോഴും ഈ വ്യക്തിയോട് അത് തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ടാകാം. അവരുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ നിങ്ങൾ നിർത്തണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടാകാം. എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ നിങ്ങളുമായി ആഗ്രഹിക്കുന്നത് ഒരു സെലിബ്രേഷൻ തന്നെയാണ്, ഒരു ആഘോഷം തന്നെയാണ്. അത് നമുക്കിവിടെ പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ഈ വ്യക്തി വരാതെ വന്നപ്പോൾ നിങ്ങൾ മനഃപൂർവ്വം മാറി നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ മാറി നിന്നപ്പോൾ ഈ വ്യക്തി ഒറ്റപ്പെടൽ അനുഭവിച്ചു തുടങ്ങി എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. അതുകൊണ്ട് ഈ വ്യക്തി പലതരത്തിലും അനുഭവിച്ചത് കൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ അഭയം പ്രാപിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പുതിയ തുടക്കവും ഒരുപാട് സന്തോഷകരമായ മാറ്റങ്ങൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് ഈ വ്യക്തി വളരെയധികം കുറച്ചിരിക്കുന്നു. മറ്റുള്ളവരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ജീവിതവും എന്ത് കാര്യവും മറ്റുള്ളവരോട് തുറന്നു പറയുകയും മനസ്സിൽ ഒന്നും കാത്തു സൂക്ഷിക്കാതെ മുന്നോട്ട് പോകുന്ന സ്വഭാവ രീതി എല്ലാം തന്നെ ഈ വ്യക്തി മാറ്റിയിരിക്കുന്നു. തനിക്ക് സ്വന്തമായി ഒരു പ്രൈവസി വേണമെന്നും താൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നും ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതത്തിനെ കുറിച്ച് മാത്രമാണ് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി ഇപ്പോൾ സ്ഥിരോത്സാഹത്തോടെ നിങ്ങളുമായിട്ട് മുന്നോട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ വ്യക്തി വാക്കുകൾ കൊണ്ട് എങ്ങനെയൊക്കെയോ നിങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിക്ക് ഭയമുണ്ട്. കാരണം നിങ്ങൾ പണ്ടത്തേതുപോലെ സ്നേഹത്തോടു കൂടി ഈ വ്യക്തിയിലേക്ക് വരുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഓർത്ത്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തെ
വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് തന്നെയാണ് നോക്കിക്കാണുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. പിന്നെ നമുക്ക് പറയാനാണെങ്കിൽ ഈ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ പുതിയ തുടക്കത്തിന് വേണ്ടി ഈ വ്യക്തി കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണോ ഉപേക്ഷിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണോ പറയേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണോ മനസ്സ് തുറന്ന് സംസാരിക്കേണ്ടത്, എന്തെല്ലാം വ്യക്തികളെയാണോ ഉപേക്ഷിക്കേണ്ടത്, എന്തെല്ലാം വ്യക്തികളെയാണോ ചൂസ് ചെയ്യേണ്ടത്, തിരഞ്ഞെടുക്കേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഒരു ചിന്താഗതി ഉണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ വ്യക്തി ഒരു തരത്തിലും നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല. ഉപേക്ഷിക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുമായി സന്തോഷകരമായി ജീവിച്ചു മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങൾ മാത്രം മതി എന്നുള്ളൊരു ചിന്താഗതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, എവിടെയാണെങ്കിൽ പോലും നിങ്ങൾ സന്തോഷമായി ഇരിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് ഇപ്പോൾ ഈ വ്യക്തിക്കുള്ളത്. നിങ്ങൾ കാരണം ഈ വ്യക്തി ഒരുപാട് സന്തോഷിക്കുകയും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹവും നന്ദിയും തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഈ വ്യക്തിക്ക് ഒന്നും വേണ്ട എന്നുള്ള ഒരു ചിന്താഗതിയെ കുറിച്ചും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ വ്യക്തിക്ക് ശരിയല്ല എന്ന് തോന്നിക്കുന്ന ചില വ്യക്തികൾ നല്ല രീതിയിൽ തന്നെ ഒരു ശത്രുക്കളായി നിന്നുകൊണ്ട്, പിന്നിൽ നിന്നുകൊണ്ട് ചിരിക്കുന്ന മുഖത്തോടു കൂടി ഈ വ്യക്തിയെ കുത്തി വീഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട്. അവരെ കുറിച്ചും പല തവണയും നിങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടാകാം, നിങ്ങൾ ഈ വ്യക്തിയോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ഈ വ്യക്തി അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനോ അതിന്റെ കാഠിന്യത്തെ കുറിച്ച് തിരിച്ചറിയുവാനോ ശ്രമിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ വാക്കുകളും നിങ്ങൾ ആരെ കുറിച്ചാണോ അങ്ങനെ പറഞ്ഞത് അവരെ കുറിച്ചുമൊക്കെ ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു പുതിയ തുടക്കത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപാട് കരുതലുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്, ഒരുപാട് പ്രിക്വേഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നു. കാരണം പണ്ടുണ്ടായിരുന്നത് പോലെയുള്ള ഇനിയൊരു വേർപിരിയൽ ഉണ്ടാകരുത് എന്നുള്ളൊരു ഉറച്ച തീരുമാനമാണ് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിർബന്ധമുണ്ട് നിങ്ങളുമായി ഒരുമിച്ച് സന്തോഷകരമായി മുന്നോട്ട് ജീവിക്കാൻ. ഇതിൽ ഈ വ്യക്തി സംതൃപ്തനാണ്, അല്ലെങ്കിൽ സംതൃപ്തയാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ സ്നേഹം മാത്രം ഈ വ്യക്തിക്ക് മതി എന്നുള്ളൊരു രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മറ്റു പലവരും ഈ വ്യക്തിയെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി അതിൽ നിന്നൊക്കെ പുറത്തേക്ക് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം ഇവിടെ ഈ ഭൂമിയിൽ ഏറ്റവും നന്നായി സ്നേഹിക്കുന്നത് നിങ്ങൾ മാത്രമാണെന്ന്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തി സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ആണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഓരോ കാര്യങ്ങളും കാഠിന്യമേറിയതാണെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളുമായി ഒരുമിച്ച് മുന്നേറാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാൽ പോലും നിങ്ങൾ കൂടെ വേണം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത്. ഇത്രയുമാണ് സുഹൃത്തുക്കളെ നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെയാണോ ഈ പേഴ്സണെ കുറിച്ച് ആഗ്രഹിച്ചത്, ഈ പേഴ്സൺ എന്തൊക്കെ ഉപേക്ഷിക്കണം എന്നാണോ നിങ്ങൾ ആഗ്രഹിച്ചത്, അതെല്ലാം തന്നെ ഈ വ്യക്തി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ വ്യക്തി മനസ്സുകൊണ്ട്, അകക്കണ്ണുകൊണ്ട് അതെല്ലാം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹത്തിനൊത്തും ഇഷ്ടത്തിനൊത്തും വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പർ, വായനയുടെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ നമ്പർ കാണിക്കുന്നുണ്ട്. അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.